ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളി തിരികെ കൊണ്ടുവരിക അസാധ്യമാണ് എന്ന് ദേവസ്വം ബോർഡ്. ചെന്നൈയിൽ കൊണ്ടുപോയ സ്വർണ്ണപ്പാളി ഉരുക്കിയിട്ടുണ്ട്. സ്വർണ്ണപ്പാളി നൽകിയ ഭക്തൻ തന്നെയാണ് അറ്റകുറ്റപ്പണി നിർവഹിക്കുന്നത്. ഹൈക്കോടതിയെ കാര്യങ്ങൾ അറിയിക്കുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞു. ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളി തിരിച്ചെത്തിക്കാൻ ഹൈക്കോടതി ഇന്നലെയാണ് ഉത്തരവിട്ടത്. ഷിജോ കുര്യൻ വിവരങ്ങളുമായി ചേരുന്നു. ഷിജോ, ഈ സ്വർണ്ണപ്പാളിക്ക് എന്തായിരുന്നു അറ്റകുറ്റപ്പണി? എന്തിനാണ് അത് അങ്ങോട്ട് കൊണ്ടുപോയത്? കോടതി എന്താണ് ആവശ്യപ്പെട്ടത്? ഹർജിക്കാരൻ എന്താണ് ആവശ്യപ്പെട്ടിരുന്നത്? അജിംസ, ഹൈക്കോടതി ഇന്നലെയാണ് പറഞ്ഞത് ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ സ്വർണ്ണപ്പാളി, ചെന്നൈയിലേക്ക് കൊണ്ടുപോയ സ്വർണ്ണപ്പാളി എത്രയും വേഗം തിരികെ ശബരിമലയിലേക്ക് തന്നെ തിരികെ കൊണ്ടുവരണം എന്നുള്ള കാര്യം ഹൈക്കോടതി ഇന്നലെയാണ് പറഞ്ഞത്. എന്നാൽ അതിന് മറുപടിയായിട്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറയുന്നത് അറ്റകുറ്റപ്പണിക്ക് വേണ്ടിയാണ് ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളി ചെന്നൈയിലേക്ക് കൊണ്ടുപോയത്. ചെന്നൈയിലേക്ക് കൊണ്ടുപോയ സ്വർണ്ണപ്പാളി നിലവിലത്തെ സാഹചര്യത്തിൽ ഒരു തരത്തിലും തിരികെ കൊണ്ടുവരിക സാധ്യമല്ല. അത് അസാധ്യമായ കാര്യമാണ്. കോടതി പറയുന്നത് സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. ആ കാര്യങ്ങളിൽ കോടതിക്ക് ഉണ്ടായിട്ടുള്ള ആശയക്കുഴപ്പം, കോടതി പറയുന്ന സാങ്കേതിക കാര്യങ്ങളിലെ പ്രശ്നങ്ങൾ കോടതിയെ കൃത്യമായിട്ട് പറഞ്ഞ് ബോധ്യപ്പെടുത്തും. ഇതിനുവേണ്ടി ഇന്ന് തന്നെ പുനഃപരിശോധനാ ഹർജി നൽകുമെന്നുള്ള കാര്യങ്ങൾ കൂടി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് അല്പസമയം മുമ്പ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞിരുന്നു. അതുമാത്രവുമല്ല, ഇതിനകത്ത് ഹൈക്കോടതിക്കകത്ത് എന്തെങ്കിലും തരത്തിലുള്ള വീഴ്ച ഉണ്ടായാൽ വേണ്ടി വന്നാൽ പക്ഷേ സുപ്രീം കോടതിയിലേക്ക് വരെ പോകേണ്ടി വന്നാൽ അവിടേക്ക് വരെ പോകാൻ ദേവസ്വം ബോർഡ് തയ്യാറാണ് എന്നുള്ള കാര്യങ്ങൾ കൂടി PS പ്രശാന്ത് പറയുന്നുണ്ട്. ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളി ചെന്നൈയിലേക്ക് കൊണ്ടുപോയത് അറ്റകുറ്റപ്പണിക്ക് വേണ്ടിയാണ്. അത് തന്ത്രിയുടെയും കമ്മീഷണറുടെയും ദേവസ്വം കമ്മീഷണറുടെയും ഒക്കെ കൃത്യമായിട്ടുള്ള നിർദ്ദേശത്തിന്റെയും എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചു തന്നെയാണ് കൊണ്ടുപോയത്. അവിടെ കൊണ്ടുപോയതിനകത്ത് ഒരു തരത്തിലും വീഴ്ച ഉണ്ടായിട്ടില്ല. അത് കൃത്യമായിട്ട് തന്ത്രിയുടെ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശബരിമല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ തന്ത്രി പറയുന്ന എന്താണോ ആ കാര്യങ്ങൾ കൃത്യമായിട്ട് തീരുമാനമെടുക്കേണ്ടതാണ്. തന്ത്രിയുടെ നിർദ്ദേശപ്രകാരം പറഞ്ഞത് പ്രകാരമാണ് ദേവസ്വം ബോർഡ് തന്നെ ഈ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളി ചെന്നൈയിലേക്ക് കൊണ്ടുപോയത്. അവിടെ കൊണ്ടുപോയി അതിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തണം. ഇനിയിപ്പോൾ കോടതി അത് തിരികെ കൊണ്ടുവരാൻ പറഞ്ഞാലും കൊണ്ടുവരാൻ കഴിയുന്ന സാഹചര്യത്തിലല്ല. കാരണം അവിടെ കൊണ്ടുപോയ സ്വർണ്ണപ്പാളി രാസലായനി ഉപയോഗിച്ചുകൊണ്ട് അത് ഉരുക്കിയ നിലയിലാണ്. ആ ഉരുക്കിയ നിലയിലുള്ള സ്വർണ്ണപ്പാളി എങ്ങനെ PS പ്രശാന്ത് എന്താണ് പറഞ്ഞതെന്ന് കേട്ടിട്ട് വീണ്ടും ഞാൻ ഷിജോയിലേക്ക് വരാം. അതുകൊണ്ടാണല്ലോ ഇന്നിപ്പോൾ ഞങ്ങൾ അത് ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് അങ്ങനെ തന്നെ ബഹുമാനപ്പെട്ട കോടതിയെ ഞങ്ങൾ റിവ്യൂ പെറ്റീഷനായി കൊടുക്കുകയാണ്. കോടതി തീരുമാനിക്കട്ടെ. ഞങ്ങളെല്ലാം കൃത്യമായ രേഖകൾ സഹിതം സമർപ്പിച്ചുള്ളൂ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത് കേവലം അവിടുന്ന് ഒറ്റയടിക്ക് എടുത്തുകൊണ്ട് പോവുകയല്ല. കൃത്യമായ നടപടിക്രമങ്ങൾ മാനുവൽ പ്രകാരം എന്താണോ പറയുന്നത്, മാനുവൽ പ്രകാരം ഇതിൻ്റെ ഉത്തരവാദിത്വ അധികാരി ആരാ? തിരുവാഭരണ കമ്മീഷണർ. തിരുവാഭരണ കമ്മീഷണർ അവിടെ എത്തി വിജിലൻസിൻ്റെ സാന്നിധ്യത്തിൽ, സ്മിത്തിന്റെ സാന്നിധ്യത്തിൽ ഒക്കെ വീഡിയോ ചിത്രീകരണം ഉൾപ്പെടെ ഉണ്ട്. ഷിജോ വീണ്ടും ചേരുന്നു. ഷിജോ, ഈ സ്വർണ്ണപ്പാളി ഇനി ലായനി രൂപത്തിൽ തന്നെ തിരികെ കൊണ്ടുവരാൻ ഹൈക്കോടതി പറയുമോ? അതിനുള്ള സാധ്യത വളരെ കുറവാണ്. അങ്ങനെ കൊണ്ടുവന്നാലും അത് ദ്വാരപാലക ശില്പത്തിൽ സ്ഥാപിക്കുകയൊക്കെ അസാധ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തും അക്കാര്യങ്ങൾ പറയുന്നത്. ഇനിയിപ്പോൾ തിരികെ ഹൈക്കോടതി എന്ത് പറഞ്ഞാലും സ്വർണ്ണപ്പാളി നിലവിലത്തെ സാഹചര്യത്തിൽ തിരികെ കൊണ്ടുവരിക അസാധ്യമാണ്. അതിവിടുന്ന് കൊണ്ടുപോയത് എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ടാണ്. കൃത്യമായിട്ടുള്ള പ്രോട്ടോകോൾ മാനുവൽ പ്രകാരമുള്ള കാര്യങ്ങൾ പാലിച്ചു തന്നെയാണ് ദേവസ്വം ബോർഡ് ഈ പറയുന്ന സ്വർണ്ണപ്പാളി ചെന്നൈയിലേക്ക് കൊണ്ടുപോയത്. അവിടെ കൊണ്ടുപോയി അതിന്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കിയതിനു ശേഷം മാത്രമേ കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ. അതിനകത്ത് എന്തെങ്കിലും നിക്ഷിപ്ത താല്പര്യങ്ങളുടെ പിന്നിലല്ല അത് കൊണ്ടുപോയത്. അത് കൃത്യമായിട്ടുള്ള മാനുവൽ പ്രകാരമാണ്. അതുമാത്രവുമല്ല, അത് കൃത്യമായിട്ട് വീഡിയോ അടക്കം ചിത്രീകരിച്ചുകൊണ്ട് തിരുവാഭരണം കമ്മീഷണർ തന്നെയാണ് അതിന് മേൽനോട്ടം വഹിച്ചത് എന്നുള്ള കാര്യങ്ങൾ കൂടി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നുണ്ട്. ഇനിയിപ്പോൾ കോടതി പറയുന്ന സാങ്കേതികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ അത് കോടതിയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തും. കോടതി നിലവിൽ പറയുന്ന കാര്യങ്ങൾ അത് സാങ്കേതികപരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് എന്നുള്ള കാര്യമാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നത്. അതിനകത്ത് കോടതിക്ക് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ആശയക്കുഴപ്പം കൃത്യമായിട്ട് അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടൽ ദേവസ്വം ബോർഡ് നടത്തും എന്നുള്ള കാര്യങ്ങൾ കൂടി PS പ്രശാന്ത് പറയുന്നുണ്ട്. ഇന്ന് തന്നെ പുനഃപരിശോധനാ ഹർജി നൽകും. ആവശ്യമെങ്കിൽ സുപ്രീം കോടതിയിലേക്ക് അടക്കം പോകുന്നതിനെ കുറിച്ച് ആലോചിക്കുമെന്നുള്ള കാര്യങ്ങൾ കൂടി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നുണ്ട്. എന്തായാലും അവിടേക്ക് കൊണ്ടുപോയ സ്വർണ്ണപ്പാളിയുടെ അറ്റകുറ്റപ്പണി നടത്തുന്നത് സ്വർണ്ണപ്പാളി ശബരിമലയിൽ സമർപ്പിച്ച ഭക്തൻ തന്നെയാണ് അതിന്റെ എല്ലാ അറ്റകുറ്റപ്പണിയും നിർവഹിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ കൂടി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നു.